മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ തീരുമാനമാണ് ഇപ്പോൾ ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന. ഈ വാർത്തയുമായി പ്രതികരിക്കാൻ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമീപിച്ച ഷോൺ ജോർജ് ചേരുകയാണ്. ഷോൺ, ഇപ്പോൾ വീണയടക്കം 9 പേർക്കാണ് ഇഡി നോട്ടീസ് അയച്ചിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇപ്പോൾ ഇത് കാണുന്നത്? ഒരു സ്വാഭാവിക നടപടി മാത്രമാണ് എ കെ ബാലൻ പറയുന്നതിന് അംഗീകരിക്കാൻ എങ്ങനെ കഴിയും? പിണറായി വിജയൻ ഇതിനകത്ത് പ്രതിയാണ്. അപ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് പ്രതി? വീണ ഇതിനകത്ത് എന്ന് കണ്ണിയാണ്. ഇപ്പൊ ഞാൻ വളരെ നിസ്സാരമായ ഒരു കാര്യം കേട്ടെ. ഒരു IT സ്ഥാപനം നടത്തി എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ എന്നതിനപ്പുറത്തേക്ക് ഈ കേസിൽ വീണ പ്രതിയാകേണ്ട യാതൊരു സാഹചര്യമില്ല. ഒരു കരിമണൽ കമ്പനി ഇന്ന് കോടിക്കണക്കിന് രൂപ വീണയ്ക്ക് ചുമ്മാ കൊണ്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? ആ പണം കൈപ്പറ്റിട്ടുള്ളത് പിണറായി വിജയനാണ്. പിണറായി വിജയന് വേണ്ടിയാണോ ഈ പണം കൈപ്പറ്റിട്ടുള്ളത്, അതോ അവർ സ്വന്തമായിട്ട് ചെയ്താണോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇനി ചോദ്യം ചെയ്യലിൽ വ്യക്തമാകേണ്ടതായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും തെളിവുകൾ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാൻ അല്ലെങ്കിൽ കൂടുതൽ നടപടികളിലേക്ക് പോകാൻ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. എ കെ ബാലൻ വളരെ ശരിയാണ്, സ്വാഭാവികമായ നടപടിയാണ്. അത് അവരങ്ങനെയെന്ന് പറഞ്ഞാൽ മതി. സ്വാഭാവികമായ നടപടിയാണെന്നുള്ള വാക്ക് മാറ്റാതിരുന്നാൽ മതി. കഴിഞ്ഞ ദിവസം അങ്ങനെയല്ല പറഞ്ഞു. ആ പാവപ്പെട്ട 10-26 സഹാക്കളെ കൊണ്ട് ജയിലിലിട്ടപ്പം സഹാക്കർക്ക് ഈ പറയുന്ന പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറിക്കൊക്കെ മതിയായി. ഈ രേഖകളടക്കം കൊണ്ടുവരണം എന്നാണ് ഇഡി നിർദ്ദേശിച്ചിരിക്കുന്നത്. താങ്കൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഇഡിയുടെ ഒരു നീക്കം എന്ന് താങ്കൾ കരുതുന്നു? വീണയുടെ കയ്യിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു രേഖയില്ല. വീണയ്ക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. തിരിച്ചും മറിച്ചും പല പ്രാവശ്യം SFI വരെ ചോദ്യം ചെയ്തിരുന്നല്ലോ. അവർക്കിതിന് ഉത്തരമില്ല. കാരണം ഒന്നും കൊടുത്തിട്ടില്ല, ഒന്നും സേവനം ചെയ്തിട്ടില്ല. കൊടുത്ത സേവനങ്ങളുടെ അവർക്ക് വിശദാംശങ്ങൾ പറയാൻ അവർക്ക് കഴിയുകയില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ താങ്കൾ നേരത്തെ അന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞതാണ്, ഇപ്പോഴും സൂചിപ്പിച്ചതാണ്, പിണറായി വിജയനാണ് യഥാർത്ഥത്തിൽ ഇതിൽ പ്രതി, വീണ വിജയൻ ഇടനിലക്കാരി മാത്രമാണ് എന്നാണ്. അങ്ങനെ താങ്കൾ ശക്തവിരുദ്ധം വാദിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? അത് സംബന്ധിച്ച് ഏതെങ്കിലും തെളിവുകൾ താങ്കൾക്ക് ഹാജരാക്കാനുണ്ടോ? സാമാന്യ ബോധം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ വിശദീകരിച്ചല്ലോ. അതായത് അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മന്ത്രിയല്ല മുഖ്യമന്ത്രി. അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു കാര്യവുമില്ലാതെ, ഒരു സേവനവും നൽകാതെ ഒരു കമ്പനി, പ്രത്യേകിച്ചും കാലാകാലങ്ങളായി കുപ്രസിദ്ധമായ ഒരു കമ്പനി, കരിമണൽ മോഷണത്തിന് കുപ്രസിദ്ധമായ ഒരു കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന് സേവനം ചെയ്യാതെ പണം കൈപ്പറ്റി അത് മുഖ്യമന്ത്രിക്കുള്ള കൈക്കൂലി അല്ല എന്ന് പറയാൻ എനിക്ക് അല്ലാന്ന് ചിന്തിക്കാൻ എന്താ ലോജിക്കുള്ളത്? മാത്രമല്ല, ഇവര് വഴി കടന്നുപോയിട്ടുള്ള പണം ഏതൊക്കെ തരത്തിൽ എത്തിയിട്ടുണ്ട്, എവിടുന്നൊക്കെ കരിമണൽ ഖനനം നടത്തിയിട്ടുണ്ട്, അനധികൃതമായ ഖനനം നടത്താൻ ഇവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനുപരി അവരുടെ തന്നെ, ആ കമ്പനിയുടെ തന്നെ റോ മെറ്റീരിയൽസിൽ വന്നിട്ടുള്ള വ്യതിയാനം, ആ കമ്പനിയുടെ അവരുടെ ആനുവൽ ടേൺ ഓവറിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇതെല്ലാം പഠിച്ചത് വെച്ച് പർച്ചേസ് ചെയ്തതിനപ്പുറത്ത് കരിമണൽ മോഷ്ടിച്ചവിടെ എത്തിയിട്ടുണ്ട്. അല്ലാതെ അവർക്ക് ആ പ്രൊഡക്ഷൻ എടുക്കാനോ അവർക്ക് സപ്ലൈ കൊടുക്കാനോ കഴിയാത്ത രീതിയിലാണ് ആ കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും. ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കരിമണൽ, കേരളത്തിന്റെ തീരത്ത് കരിമണൽ കാര്യം പറയട്ടെ, നിസ്സാരം ഒരു ഉദാഹരണം മാത്രമായ പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ മണലടിക്കും. അപ്പോ തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുമ്പിൽ കടലിലേക്ക് വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് തടസ്സപ്പെട്ടു നിന്നത് വലിയ പ്രളയത്തിന് കാരണമായതിൽ ഒരു കാരണങ്ങളിലൊന്നാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? തോട്ടപ്പള്ളി സ്പിൽവേയുടെ മുൻവശം സ്ഥിരമായി തുറന്നു കിടക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓർഡർ ഉണ്ട്. കാരണം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കുഴപ്പമില്ല, ദുരന്ത നിവാരണ അതോറിറ്റി ഓർഡർ ഇട്ടത് അവിടെ എപ്പോഴും തുറന്നു കിടക്കണമെന്നുണ്ടാണ്. അല്ലെങ്കിൽ വെള്ളം ഫ്രീ ആയിട്ട് പോകില്ല, കുട്ടനാട്ടിൽ നിന്ന് വെള്ളം അങ്ങോട്ട് പോകില്ല. മീൻസിലാറ്റിൽ നിന്ന് മണിവിലാറ്റിൽ നിന്നൊക്കെ വരുന്ന വെള്ളം അവിടെ തടഞ്ഞിരിക്കും. അന്ന് ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, പമ്പ ഉൾപ്പെടെയുള്ള ചെങ്ങന്നൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇത്തരത്തിൽ പ്രശ്നമായതിന്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. അപ്പോൾ ആ ഒഴുകി പോകുന്ന വെള്ളം മാറ്റാൻ, അതാണ് ഏറ്റവും കൂടുതൽ കരിമണലുള്ള ഏരിയ, അത് മാറ്റാനെന്ന പേര് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് ടെൻഡർ ചെയ്യിപ്പിച്ചു. ടെൻഡർ ചെയ്യിപ്പിച്ചിട്ട് ഈ കരിമണൽ നീക്കം ചെയ്യാൻ ഓർഡർ ഇട്ടു. അതിനങ്ങോട്ട് പൈസ കൊടുത്തു. എന്നിട്ട് ഇത് 365 രൂപയ്ക്ക് ലേലം ചെയ്ത് കൊടുത്തു. 15,000 രൂപ ഇലിമിനേറ്റ് വിലയുള്ള സമയത്താണ് 365 രൂപയ്ക്ക് ലേലം ചെയ്ത് കൊടുത്തു. ആ പണം, അതിന്റെ വ്യത്യാസം മാത്രം ഒരു ടണ്ണിനാൻ തുറക്കണം 10,000 കണക്കിന് ടണ്ണാണ് അവിടെ നിന്ന് കയറിപ്പോയത്. ആ വ്യത്യാസം മാത്രം എടുത്ത് എഴുതിയാൽ
ഈ പറയുന്ന കോടികളുടെ എത്രയോ ഇരട്ടി കോടികൾ വരും. ഇനി അത് മാത്രമല്ല, ഇലിമിനേറ്ററിന് അപ്പുറത്തേക്ക് അറ്റോമിക് എനർജി ഉണ്ട്. അറ്റോമിക് പാർട്ടിക്കിൾസ് ഇതിനകത്തുണ്ട്, തോറിയം ഉൾപ്പെടെ. അതെന്ത് ചെയ്തു? അത് ലൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അത് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ ആ തലത്തിലേക്കൊക്കെ ഇതിന്റെ അന്വേഷണം പോകേണ്ടതുണ്ട്. ഞാൻ ഇപ്പോഴും ഭയപ്പെടുന്നു. ലോക രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസൈൽ വിട്ട് കളിക്കുന്ന അതിന്റെ റോ മെറ്റീരിയൽസ് നമ്മുടെ നാട്ടിൽ നിന്നാണോ പോയെന്ന് എനിക്ക് ബലമായ സംശയം. അത്തരത്തിലേക്ക് കൂടി അന്വേഷണം കിടക്കേണ്ടതിരിക്കുന്നു.